ഹലോ ഹായ് ഗൈസ്. അപ്പം പലവരും ഇങ്ങനെ മറ്റേ ഊറ്റുപാത്രമില്ലേ, ഊട്ടയുള്ള അല്ലെങ്കിൽ ചിപ്പിലി എന്നൊക്കെ പറയല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് പലവരും ചോറ് ഊറ്റുന്നത്. പക്ഷേ ഇങ്ങനെ ചോറ് ഊറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ഇതിന് നമുക്ക് എന്താ പറയുക, ഒരു പിന്നെ എന്താ പറയുക, അനുഗ്രഹം വേണം, എന്നാലേ ഇങ്ങനെ ഊറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വയറ്റത്ത് ചോറും കലവും വീഴും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിൽ തന്നെ ഞാൻ ചൂടുവെള്ളം കുടിക്കാനുള്ളതും ചൂടാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ഒഴിക്കാം. ഇതിൻ്റെ മേളിൽ ഞാൻ ഇന്ന് ജീരകമാണ്, അല്ലെങ്കിൽ ചുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊക്കാർച്ചി നെക്കിയിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാന്തൾ പൊരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കറി വെച്ച് തിന്നുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ, മീനുകളൊക്കെ. അപ്പം ഗർഭിണികളൊക്കെ ധാരാളം ഇത് കഴിക്കുക. ഇപ്പം എനിക്ക് ഗർഭമൊന്നുമില്ല, എന്നാലും നെക്കി കഴിക്കുമ്പോൾ നല്ലതാണ്. കൊക്കാർച്ചി നെക്കി തന്നെ കഴിക്കുക. അപ്പം ഗർഭിണിക്ക് അല്ലെങ്കിൽ ഗർഭിണി ഇല്ലാത്തവർക്കും കഴിക്കാം. അപ്പോൾ വീഡിയോ വൈറലാവണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ വൈറലാവത്തില്ല, എന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു പച്ചമുളകും കീറിയിട്ടിട്ടാണ് ഞാനിത് ആദ്യം കുറച്ച് നേരം വെള്ളത്തിയിട്ട് വേവിച്ച് നല്ല വെന്ത് വന്നപ്പോൾ നേരി ഉപ്പിട്ടിട്ട് പിന്നെ ചീരയുടെ വേരിട്ട് വേവിച്ച് ശേഷം ഞാൻ ഇലകളിടാൻ പോവണേ. അപ്പോൾ ഗർഭിണികൾക്ക് മാത്രമല്ല, അടിപൊളിയാണ് കേട്ടോ. തേങ്ങയും നല്ല ജീരകം ചേർത്തിട്ടില്ല, പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം ഒരു നുള്ളു പെരിഞ്ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ചതച്ച്, തേങ്ങ, മഞ്ഞൾ, പെരിഞ്ജീരകം, 5-6 കൊച്ചുള്ളിയും കൂടെ ചതച്ച് ഇതിൻ്റെ നടുക്ക് പിന്നെ ഈ ഇല ഇടുക കേട്ടോ. അപ്പോൾ അരപ്പ് ഞാൻ വേര് വെന്ത് പകുതി ആയപ്പോൾ തന്നെ അരപ്പിട്ട് കേട്ടോ, പകുതി കഴിഞ്ഞപ്പം. എന്നിട്ട് ഇതിട്ട് ഇങ്ങനെ തത്തി പൊത്തി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല അടിപൊളി തോരനാവും കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ 1-2 എണ്ണമൊക്കെ അരിയാനുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ കൂട്ടുകൂടാനും ഹൃദയം തരാനും മറക്കരുത്. അപ്പോൾ ഒരു ഇല പോലും കളയാതെ ഞാനിതെല്ലാം ഇതിനകത്തോട്ട് വാരിയിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക്. അസ്സലാമു അലൈക്കും.